ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കണ്ണൂർസ് കിച്ചൺ. എൻ്റെ പേര് സുധ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. പൊറോട്ട ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ആരോഗ്യപരമായി നോക്കുകയാണെങ്കിൽ എപ്പോഴും പൊറോട്ട കഴിക്കുന്നത് നല്ലതല്ല. വല്ലപ്പോഴുമൊക്കെ നമുക്കത് കഴിക്കാം. എല്ലാവരെയും പൊറോട്ടയിലേക്ക് ആകർഷിക്കുന്നത് അതിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ടേസ്റ്റിയായ പൊറോട്ടയെ ഒന്നുകൂടി ടേസ്റ്റിയാക്കുന്ന ഒരു റെസിപ്പിയാണ് ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അതെന്താണെന്നറിയണ്ടേ? നമുക്ക് വീഡിയോ കാണാം. പൊറോട്ട പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് മൈദാപ്പൊടിയാണ് എടുത്തത്. ഇതാണ് മെഷറിംഗ് കപ്പായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇപ്പോൾ ചേർത്തത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ഒരു നല്ല ഗോൾഡൻ കളറ് നമ്മൾ ഉണ്ടാക്കുന്ന പൂരിക്ക് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തു. പിന്നീട് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ഓയിലാണ്. ഓയിൽ ചേർക്കുമ്പോഴത്തേക്കും ഇത് നല്ലപോലെ സോഫ്റ്റായി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. ഇനി ഇപ്പം ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസും മൈദാപ്പൊടിയും എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം സാവധാനം ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന പോലെ തന്നെ കുഴക്കാം. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഞാനിതൊന്ന് കുഴക്കട്ടെ. ഇതുപോലെ നന്നായി കുഴച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കൈവച്ച് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് നമ്മളിത് നീഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഡോ നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഈ ഭാഗം വെച്ച് നല്ലപോലെ പ്രസ് ചെയ്തിട്ട് ഇതൊന്ന് ഒരു 5 മിനിറ്റ് കൂടി ഞാൻ നന്നായിട്ടൊന്ന് നീഡ് ചെയ്യട്ടെ. 5 മിനിറ്റ് ഞാൻ നന്നായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ഓയിൽ ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് നമുക്ക് പുരട്ടി കൊടുക്കാം. ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ഒരു പാത്രം വെച്ച് നമുക്കിത് അടക്കാം. ഒരു 30 മിനിറ്റ് റെസ്റ്റ് കൊടുക്കണം. 30 മിനിറ്റിന് ശേഷം നമുക്ക് ബാക്കി പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്നിട്ട് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് കുഴച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇത്തിരി എണ്ണയുണ്ട്, നമ്മൾ ആദ്യം പുരട്ടി കൊടുത്തത്. അപ്പോൾ ഒരു 2-3 മിനിറ്റ് ഇതുപോലെ ഒന്ന് കുഴച്ച് കൊടുക്കട്ടെ. 2-3 മിനിറ്റ് ഞാൻ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചൺ ടോപ്പിൽ കുറച്ച് മൈദാപ്പൊടി ഇതുപോലെ വിതറി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ഡോ എടുത്ത് ഈ പൊടിയിലിട്ടൊന്ന് നന്നായിട്ട് കുഴക്കാം. കിച്ചൺ ടോപ്പൊക്കെ ഞാൻ ഓൾറെഡി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഇത് ഞാൻ കുഴച്ചതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോന്നായിട്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബോൾ പോലെ ആക്കിയെടുക്കാം. കണ്ടില്ലേ? ഇതുപോലെ ഓരോരോ ബോൾസ് ആക്കിയിട്ട് എടുക്കട്ടെ. എല്ലാം ബോൾസ് ആക്കി കഴിഞ്ഞു. ഒരു 9 ബോൾസാണ് കിട്ടിയത്. ഇനി ഇതിൽ നിന്നും ഓരോന്നായി എടുത്തിട്ട് നമുക്ക് പരത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. പരത്താൻ വേണ്ടിയിട്ട് കിച്ചൺ ടോപ്പിൽ ഒരല്പം മൈദാപ്പൊടി ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്തതിന് ശേഷം ഒരു ബോൾ എടുത്ത് ഇതിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് റോള് കൊണ്ട് പരത്തിയെടുക്കാം. ഇത്തിരി പൊടി വിതറി കൊടുത്താൽ മാത്രമേ പരത്താൻ വേണ്ടി കിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും നമ്മൾ ഇത്തിരി പൊടി വിതറിയിട്ട് ഇത് പരത്തിയെടുക്കണം. നേരിയതായി പരത്തിയെടുക്കണം. ഇത് പിന്നീട് നമ്മൾ ചുരുട്ടിയെടുക്കുന്നതാണ്.
ഇതുപോലെ തിന്നായി പരത്തിയതിന് ശേഷം ഒരല്പം ഓയിൽ ഇതിൻ്റെ മുകളിലായിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് കൈവച്ച് എല്ലായിടവും ഇതുപോലെ സ്പ്രെഡ് ചെയ്യാം. അതിന് ശേഷം ഒരല്പം പൊടി ഇതിൻ്റെ മുകളിലായിട്ട് വിതറി കൊടുക്കാം. പിന്നീട് രണ്ട് ഭാഗത്തു നിന്നും ഫോൾഡ് ചെയ്യാം. അതിന് ശേഷം ഇതുപോലെ ചുരുട്ടിയെടുക്കാം. ചുരുട്ടിയെടുത്തതിന് ശേഷം ഇതുപോലെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് ലെയേഴ്സ് വന്നിട്ടുണ്ടാവും. ഇനി ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ഞാൻ റെഡിയാക്കട്ടെ. എല്ലാ ബോൾസും ഇതുപോലെ റോൾ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് 1 by 1 ആയിട്ട് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ പരത്താൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. ഇതിലൊന്ന് ഒരെണ്ണം എടുത്തിട്ട് നമുക്ക് പരത്തിയെടുക്കാം. ഒരെണ്ണം പരത്തി കഴിഞ്ഞു. ഇത് കണ്ടില്ലേ? പൂരിയാകുമ്പോൾ വലിയതായിട്ട് പരത്തണ്ട. പൂരിയാകുമ്പോൾ ഇത്തിരി തിക്നെസ് ആയിട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും ഞാൻ പരത്തിയെടുക്കട്ടെ. അപ്പോൾ പൊറോട്ട പൂരി റെഡിയാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാം ഞാൻ പരത്തി റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ പൊടിയൊക്കെ തട്ടി വേണം നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കട്ടെ. ഓയിൽ നല്ലപോലെ ചൂടായിട്ടുണ്ട്. അതിലേക്കൊരു പൂരി നമുക്ക് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മിഡിൽ ഭാഗത്തായി സ്പാറ്റില വെച്ചൊന്ന് സാവധാനം പ്രസ് ചെയ്ത് കൊടുക്കാം. പൊങ്ങിക്കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. സാവധാനം സ്പാറ്റില വെച്ച് ഇതുപോലെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പൊങ്ങി വരും. രണ്ട് ഭാഗവും നല്ല ഗോൾഡൻ കളർ ആവുന്ന സമയത്ത് നമുക്കിത് കോരിയെടുക്കാം. ഇത് റെഡിയായി കഴിഞ്ഞു. നമുക്കിത് കോരിയെടുക്കാം. കണ്ടില്ലേ? നല്ല ഗോൾഡൻ സ്പോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നല്ല ക്രിസ്പി ആയിരിക്കും. അപ്പം നമ്മുടെ പൊറോട്ട പൂരികളെല്ലാം റെഡിയായി കഴിഞ്ഞു. വളരെ ടേസ്റ്റിയാണ്. വളരെ സോഫ്റ്റാണിത്. ഇത് ക്രിസ്പിയും കൂടിയാണ്. പഞ്ചസാര ചേർക്കുന്ന കാരണം നല്ല ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ എപ്പോഴും ഒരേപോലെയുള്ള പൂരിയൊന്നും റെഡിയാക്കാതെ ഇതുപോലുള്ള വ്യത്യസ്തമായ പൂരിയൊക്കെ റെഡിയാക്കി നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയിൽ സെർവ് ചെയ്യൂ. അപ്പോൾ അവർ നിങ്ങളെ ഒരുപാട് അപ്രീഷിയേറ്റ് ചെയ്യും. ഇതുപോലെ വ്യത്യസ്തമായ ഡിഷസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ചിക്കൻ കറിയും വെള്ളക്കടലക്കറിയും കടലക്കറിയും പിന്നീട് വെജിറ്റബിൾ കുറുമ, മുട്ട കുറുമ, ഇതൊക്കെ നല്ല കോമ്പിനേഷൻസാണ്. വെറുതെ എടുത്തും കഴിക്കാൻ പറ്റും ചൂടോടുകൂടെ ആണെന്നുണ്ടെങ്കിൽ. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുവരേക്കും ഇറ്റ്സ് മീ സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.